സതീഷിന് എങ്ങനെയുണ്ട്? അത് പറയാനാ അമ്മ വന്നത്. അവന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ഓപ്പറേഷൻ വേണോത്രേ. അതിന് 2-3 ലക്ഷം രൂപ വേണം. എനിക്കിനിയും 6 മാസം കൂടെ ഉണ്ട്. ശിക്ഷ ഇളവ് കിട്ടാൻ അപേക്ഷ കൊടുത്തു. ജയിലർ ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? 2 ആഴ്ച സമയമുള്ളൂ. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ... അമ്മേ, പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ബാല. നീ വിഷമിക്കാണ്ടിരിക്കേ. ഈ അലങ്കാരപ്പണികളൊക്കെ കണ്ടില്ലേ? ഇത് ചിലപ്പോൾ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. സ്വാതന്ത്ര്യദിനമല്ലടാ വരുന്നത്. അതിന്റെ പേരിൽ ഒരാൾക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് പുറത്തുവിടാതിരിക്കില്ല. എല്ലാ കൊല്ലം പതിവുള്ളതല്ലേ. അതിന് നറുക്ക് വീഴണ്ടേടാ. വീഴും. നിന്റെ പേരിൽ തന്നെ നറുക്ക് വീഴും. നീ നോക്കിക്കോ. സാറേ, എന്താടാ ഈ നറുക്കെടുപ്പിൽ എന്റെ പേരും കൂടി ഒന്ന് ഉൾപ്പെടുത്തുവോ? അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും. എന്നാ നല്ല നടപ്പിന്റെ പേരിലെങ്കിൽ പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. നടക്കട്ടെ. ഓ, മനോഹരമായ നടപ്പ്. എന്തു പറ്റി? പോയി പണിയെടുക്കടാ. സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തിയോ സാറേ? അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. നമോവാകം. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാ, നിനക്കാടാ, നിന്റെ പേര് തന്നെ വീഴും. മഹിയാണ് ആ ഭാഗ്യവാൻ. എവിടെ ശശി? ജയിലിന്റെ ഭക്ഷണത്തിൽ ഇത്ര കാലം. എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റൂ സാറേ? മണ്ടത്തരം പറയാതടാ മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാൻ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. സാർ, കൊള്ളാം. ഇതാ എന്റെ വക ഒരു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. വാച്ച? ആ, ഇതിന് സൂചിയൊന്നുമില്ല. തുറന്നു നോക്ക്. ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാൽ മതിയല്ലോ. ടൈം മാത്രമല്ല, ലൈഫും വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ? ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. മതി മതി, പോവാൻ നോക്ക്. ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാറേ? വേഗം വേണം. പ്രസംഗം കലക്കി. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല, മലയാളത്തിലെ കടുകട്ടി വാക്കുകൾ നിങ്ങളെപ്പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ, പഹയ ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്? സമയമാവട്ടെ, എഴുതിക്കളെ. അത് മതി. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ഓ, മഹിയെ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും.
നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേ ഇങ്ങോട്ട് നോക്കി, ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ എങ്ങനെ ഇത്രയും വലിയ തുക? എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടുത്തെ ചെയ്യും. ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലേടാ. ഏയ്, ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ണിലല്ല കുഴപ്പം, ബ്രെയിനില. എവിടെയാണെങ്കിലും നമ്മൾ ആ കുഴപ്പം മാറ്റിയിരിക്കും. ഞാൻ ബാലിന് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബാലൻ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ മോനെ. എന്ത് പ്രശ്നം? അവനവിടെ ഒരു കുഴപ്പമില്ല. കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കല്ലേ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ട് മുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ MBA പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലവറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? MBA. ആ, വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ MA പഠിക്കണം, അല്ലെങ്കിൽ BA പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണമ്മേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നു? ഇനിയിപ്പോ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിരുന്ന കാര്യം. വരാനുള്ളത് വന്നു. ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. അതിനുള്ള കാശ് ഞാൻ ഒപ്പിച്ചോണ്ട് വരാം. ചെറിയ ബില്ല് വല്ല ഒരുപ്പുണ്ടോ? അടച്ചിട്ട് വരാം. ഈ ബില്ല് അടച്ചതാണല്ലോ. അടച്ചോ? ആരടച്ചു? ആ പെങ്കൊച്ച്. ഏത് പെങ്കൊച്ച്? സതീഷിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ ആ പെങ്കൊച്ച്? ഇവിടെ എരണം കെട്ടവനെ, 10-60 വയസ്സുള്ള അവന്റെ തള്ള നിനക്ക് പെങ്കൊച്ചാണോ? ആഹാ, മാരണമാണല്ലേ? 10-60 അല്ലടോ, 10-20 വയസ്സുള്ള പെങ്കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ കൊച്ച്. അതാരാ? സതീഷിന്റെ ലവറാണെന്നാ കേട്ടത്. നേരാണോ? ആ അതെ. അപവാദം പറഞ്ഞ അടിച്ച് ഞാൻ മോന്ത പരത്തും. ഇത് കൊടും മാരണം തന്നെ. അമ്മേ, മരുന്ന് തീർന്നു ഇവര് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാറുന്നില്ലേ? എത്രയെന്ന് വെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ മോളെ. ഓ, ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. ദേ, അമ്മായിയമ്മ പോരായിട്ട് വന്നാലുണ്ടല്ലോ. ആ ഇതാ ഡ്യൂട്ടി റൂം കൊടുത്തേക്ക്. ഈ ടാബ്ലറ്റ് കിട്ടിയില്ല. കൂടെ വന്നാൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിത്തരാം. എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ വൈകി. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? ഈ അസുഖം? ആ പോകുന്ന അസുഖം. ഓ അതോ? അതമ്മു തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശുള്ള വീട്ടിലാണോ? ഏയ്, അവക്കൊരു ചെറിയ ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളവും ആരോടൊക്കെ കടം വാങ്ങിയ പണമല്ല ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുക. ഞാനിവിടെ നിലനിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാ വിട്ടിട്ട് പൊയ്ക്കോളാൻ. പക്ഷേ കേക്കണ്ടേ. ഹേയ്, ഇതെങ്ങനെ വിട്ടിട്ട് പോകുന്ന പാർട്ടിയല്ല. വേറെ ചില പെമ്പിള്ളേരുണ്ട്. പ്രേമിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടൊക്കെയാണെ പറയും, ചേട്ടാ ചേട്ടൻ ഇനി എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം. ഇപ്പൊ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, സോറിഡാ നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. പക്ഷെ തന്റെ ഈ അമ്മുക്കുട്ടി ഉണ്ടല്ലോ, നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്നറിഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോട്ടെ. ശരി ഏട്ടാ. ഓപ്പറേഷനുള്ള പണം കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ? അല്ല, നേരായിട്ട് തന്നെ പറഞ്ഞതാ. കാശിന് ആവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്.